അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി ജല്ല ശഅനുഹു വഅസ്സ വജല്ല വജല്ല വഅല വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം കൊണ്ട് ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. വളരെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. കല്യാണ സൽക്കാരത്തിനും മറ്റുമൊക്കെ നമ്മൾ പോകാറുണ്ട് എങ്കിലും ഇന്ന് ഇവിടെ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മക്കളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കാണാനും കേൾക്കാനും അറിയാനും പഠിക്കാനുമൊക്കെ വലിയ ആവേശത്തിലാണ് ഇവിടെ പാരൻസ് കുട്ടികളോട് ഒത്തൊരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്. ഞാനും അത് തന്നെയാണ്. മറ്റൊരു സ്ഥലത്ത് വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചെറിയ മകൾ ഇവിടെ പഠിക്കുന്നുണ്ട് സ്ഥാപനത്തിൽ. ആ കുട്ടിക്ക് ഒരാവേശമാണ് ഉപ്പ വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം മാറ്റിവെച്ച് കുറഞ്ഞ സമയം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു രക്ഷിതാവാണ്. നമ്മുടെ മക്കളുടെ ജീവിതം വലിയ പുരോഗതിയാവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനേറ്റവും നല്ല അനുയോജ്യമായ ഒരു സ്ഥാപനത്തിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഏതൊരു രക്ഷിതാക്കളുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ആഗ്രഹങ്ങളാണ്. ഈ മോണ്ടിസറി ഇൻ്റർനാഷണൽ സ്കൂൾ ഇപ്പം ഇത്ര കാലം നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു കുറവ് വന്നോ എന്ന് നോക്കുമ്പോൾ പുരോഗതികൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠനത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവർ ഭൗതികമായും മതപരമായും രണ്ടും ഈക്വലായി, അല്ലെങ്കിൽ രണ്ടും വളരെ നന്നായി തന്നെ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അധ്യാപികമാരും മറ്റു ഇവിടുത്തെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നൗഫൽ സാറും മറ്റുമൊക്കെ അവരുടെ ഒരു കൂട്ടായ്മ. അതുപോലെ മറ്റു സ്കൂളുകളിൽ, ഞാൻ പറയുന്നത് മുട്ടിച്ചിറയിലുള്ള മോണ്ടിസറി സ്കൂളാണ്, മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അവിടുത്തെ അധ്യാപകന്മാരും അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മകളെ പലപ്പോഴും നോക്കാറുണ്ട്, ഓതിപ്പിച്ച് നോക്കും. ഞാൻ അങ്ങോട്ട് ഓതി കൊടുക്കാതെ തന്നെ അവൾ ഇങ്ങോട്ട് ഓതി തരാറുണ്ട്. ഞാനൊരു ദിവസം മഗ്‌രിബ് നിസ്കരിക്കുന്ന സമയത്ത് ഞാനും വൈഫും ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഞാനിങ്ങനെ ഉറക്കം ഓതുക. അപ്പം എൻ്റെ ചെറിയ മകൾ എന്നോട് പറയും, അപ്പം അങ്ങനെയല്ല ഓതേണ്ടത്, ഇങ്ങനെ ഓതേണ്ടത്, എനിക്ക് തെറ്റ് തിരിച്ചു തരാൻ. അവൾ ഇന്നലെ അവളുടെ സ്കൂളിൽ പഠിച്ച ആ ടീച്ചർ പഠിപ്പിച്ച അതേ ശൈലിയിലായില്ല ഞാൻ ഓതിയത്, ചെറിയ മാറ്റം തോന്നി കാണും. അപ്പോൾ ആയതുകൊണ്ട് ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഏതായാലും എനിക്ക് രക്ഷിതാവ് എന്നുള്ള നിലക്ക് നിങ്ങളോടും പറയാനുള്ളത് മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ടീച്ചർമാർ, ഇവിടുത്തെ അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകന്മാർ, ഇവരൊക്കെ എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കണിഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളായിരിക്കുന്ന നമുക്ക് പറയാനുള്ളത്, അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മളും നല്ല പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് തന്നെയാവണം അവരെ വളർത്തേണ്ടത്. ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ കൂടുതൽ സഹോദരിമാർ കിച്ചണിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകളാണ്, കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സ്ഥലമാണ്. ചിലവ് നമ്മൾ അവിടെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക സ്വാഭാവികമായിട്ട്. അപ്പോഴായിരിക്കും കുട്ടി ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചൊരു വിഷയവുമായി നമ്മുടെ അരികിലേക്ക് വരുന്നത്. ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്, പക്ഷെ അത് നോക്കാനുള്ള സമയം നമ്മളൊന്ന് കണ്ടെത്തണം. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇതെന്താണ്, ഇത് ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറയാനുള്ളൊരു സമയമെങ്കിലും ഒരു രക്ഷിതാവ് കൊടുത്തിട്ടില്ല എങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ഒരു നിരാശ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ നിരാശയാണ് പലപ്പോഴും കുട്ടിയെ തളർത്തുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു സംഗമത്തിൽ ഒരു കുട്ടി തിരക്ക് പിടിച്ച് പോകുന്ന ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പ എന്നും നിങ്ങളിങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ എത്രയാണ് നിങ്ങളെ വരുമാനം എത്രയെന്ന്. കുട്ടി കുറച്ച് ബുദ്ധി വെച്ച കുട്ടിയാണ്. ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു, എനിക്കൊരു മണിക്കൂറിൽ 100 രൂപയാണ് എൻ്റെ വരുമാനം. അപ്പോൾ ഈ കുട്ടി ഓടിച്ചെന്ന് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ആരോ കൊടുത്ത ഒരു 100 രൂപ എടുത്തു കൊണ്ടുവന്ന് ഉപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതാ നിങ്ങൾക്കൊരു 100 രൂപ, ഒരു മണിക്കൂർ എന്നോടൊന്ന് സംസാരിച്ചുകൂടെ എന്ന് ഒരു കുട്ടി ഉപ്പയോട് ചോദിക്കുകയാണ്, പറയാണ്. ഇതുണ്ടായ സംഭവമാണ്.
ആ പിതാവ് അപ്പോഴാണ് കുട്ടിയുടെ മനസ്സ് വായിക്കുന്നത്. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്കത് തറച്ചു കയറി. എൻ്റെ മകനോട്, എൻ്റെ മകളോട് സംസാരിക്കാനുള്ള സമയം ഞാൻ കണ്ടെത്തിയില്ല എന്നുള്ളത് രക്ഷിതാവിൻ്റെ ഒരു പരാജയമാണ്. അപ്പം ആയതുകൊണ്ട് നമ്മൾ കുട്ടിയെ താലോടി സ്നേഹിച്ച് ബഹുമാനിച്ച് റെസ്പെക്റ്റും കൊടുക്കണം നമ്മൾ കുട്ടികൾക്ക്. ആ രൂപത്തിൽ ആ കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഉമ്മയും വാപ്പയും ആവണം. അല്ലാതെ ഇപ്പോഴത്തെ അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ടെക്നോളജി വെച്ചുകൊണ്ട് വളരെ ആധുനിക സിസ്റ്റത്തിലാണ് അവർ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ അടിക്കുകയോ കുത്തിയോ തല്ലുന്ന ആ സിസ്റ്റമില്ല. സ്നേഹത്തിലൂടെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ കുട്ടി വീട്ടിലെത്തുമ്പോൾ നമ്മൾ ക്രൂരമായ അഗ്രസീവ് മൈൻഡോടെ കൂടി കുട്ടിയോട് പെരുമാറിയാൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് പിന്നെ ആവശ്യം വരികയില്ല. പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദർസിലൊക്കെ കുട്ടികളെ കൊണ്ടുവച്ചെന്ന് ചേർത്തുമ്പോൾ രക്ഷിതാക്കൾ അന്ന് പറയും, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അടിയുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് ടീച്ചർമാരും അടിക്കും, അതുപോലെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളും അടിക്കും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല, അടി കൊള്ളലൊരു വിഷയമല്ല. ഇപ്പം അങ്ങനത്തെ കാലമല്ലല്ലോ. അപ്പം എൻ്റെ ദർസിലൊരു 20 വർഷം മുമ്പ് എൻ്റെ ദർസിലൊരു കുട്ടി വലിയൊരു കുരുത്തക്കര കളിച്ചപ്പോൾ, ചെറിയ കുട്ടി, അപ്പം ഞാൻ ചെറിയൊരു മേട്ടം കൊടുത്തു വടി കൊണ്ട്. അന്ന് അത് ആ രക്ഷിതാക്കൾ തന്നെ എൻ്റെ മകൻ അടിച്ച് പഠിപ്പിക്കുന്ന ഉസ്താദേന്ന് പറഞ്ഞാൽ കൊണ്ടുവരാ. അപ്പോൾ ഈ മേട്ടം കൊടുത്തപ്പോൾ കുട്ടി എൻ്റെ മുമ്പിൽ നിന്നൊന്നിങ്ങനെ കരഞ്ഞു. എന്നിട്ട് എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചിരിയാണ്. അപ്പോൾ എൻ്റെ മറ്റു കുട്ടികൾ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ചിരിക്കും, അടി കിട്ടിയിട്ട് എന്താ ചിരിക്കുന്നത്? അപ്പോൾ അവരോട് ഇവൻ പറയാണ്, ഇതൊന്നൊരു വിഷയം, എൻ്റെ ഉമ്മ എന്നെ കൊട്ടക്കയിൽ കൊണ്ടാ തല്ലല്ലോ, ഇതിപ്പോൾ ചെറിയൊരു വടിയോട്ട് ചെറുങ്ങനെ തോണ്ടിയിട്ടല്ലേ ഉള്ളൂ ഇപ്പം പറയും. അപ്പം അന്നത്തെ കാലം എങ്ങനെയാണ്, വീട്ടിൽ നിന്ന് ചിലപ്പോൾ അടിയുടെ ഒരു കാലഘട്ടം, സ്കൂളിൽ നിന്ന്, അന്ന് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്ന് ഇൻസ്പിറേഷൻ, പ്രോത്സാഹനം, മോട്ടിവേഷൻ ഇത് കൊടുത്തുകൊണ്ട് കുട്ടിയെ തിരിച്ചറിയാൻ, കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിനക്കൊരു കഴിവുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് കുട്ടിയെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ ചില രക്ഷിതാക്കളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദേ അവൻ ആന മണ്ടിയാണ്, ഒരു വസ്തു പഠിക്കൂല, ബുദ്ധി എന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. ഒരിക്കലും പറഞ്ഞു പോകരുത് രക്ഷിതാക്കൾ അങ്ങനെ. അത് വാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കയറി. എൻ്റെ വാപ്പൻ എന്നെ പൊട്ടെന്ന് വിളിച്ചു, എൻ്റെ ഉമ്മ എന്നെ എനിക്ക് വിവരമില്ലാത്തോളെന്ന് വിളിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ വിവരം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഓലോടയിൽ ഞാൻ ഒന്നും ഇല്ലാത്തവനാണ്. അങ്ങനെയല്ല, നമ്മൾ ആരോടും ഇവൻ നല്ല ഉഷാറാണ്, വലിയ കുട്ടിയാണ്, ബുദ്ധിമതിയാണെന്നൊക്കെ നമ്മൾ പറയാവൂ. മനുഷ്യന് IQ ഡിഗ്രി ഉണ്ട്. ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഡിഗ്രി 3 രൂപമാണ്. ബിലോ 20, ബിറ്റ്വീൻ 20 ആൻഡ് 70, എബവ് 70. ഇങ്ങനെ 3 രൂപത്തിലാണ് ബുദ്ധിയുടെ കണക്ക്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. എബവ് 70 എന്ന് പറഞ്ഞ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ ഒരു കുട്ടി കുശാഗ്ര ബുദ്ധിശാലിയായിരിക്കും. ഭയങ്കര ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെയാണ്. ഒരു മാലിക് ഇമാമിൻ്റെ ഉസ്താദിൻ്റെ കുത്തുബ്ഖാനയിൽ ബുക്ക് സ്റ്റാൾ, അങ്ങനെ കുത്തുബ്ഖാനുണ്ടല്ലോ, അവിടെ ഒരു ദിവസം താമസിച്ചപ്പോൾ മഹാനായ മാലിക് ഇമാം രചിച്ച കിതാബുകൾ മുഴുവൻ അദ്ദേഹം കാണാതെ പഠിച്ചു. അത് കുശാഗ്ര ബുദ്ധിശാലി, എബവ് 70 ആണ്. എന്നാൽ ബിലോ 20 ഉണ്ട്, അതായത് 20ൻ്റെ താഴെ, അത് മന്ദബുദ്ധിയാണ്. ആ കുട്ടി തീരെ ബുദ്ധിയില്ല. കയ്യിൽ കിട്ടിയ ഭക്ഷണമെന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഉമ്മയോ വാപ്പയോ അതെടുത്ത് വായിൽ വെച്ച് കൊടുക്കണം. അതാ ബുദ്ധി ഇല്ലാത്ത കുട്ടി. ബാക്കിയുള്ളവർ മുഴുവനും ബിറ്റ്വീൻ 20 ആൻഡ് 70 ആണ്. 70ൻ്റെ 20ൻ്റെ ഇടയിൽ. അത് മിതബുദ്ധി എന്നതിനെ പറ്റി പറയാം. നമ്മളെ കുട്ടികളൊക്കെ അതാ മിതബുദ്ധിയിൽപ്പെട്ട കുട്ടികളാണ്. മറ്റ് കുശാഗ്ര ബുദ്ധിശാലികൾ ഉണ്ടാവാം, അപൂർവമായിരിക്കും, വളരെ റയറായിരിക്കും. ഈ മിതബുദ്ധിയായ കുട്ടിയാണ് എൻ്റെ വീട്ടിലെ കുട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ആ കുട്ടീനെ ഒരിക്കലും മണ്ടിയെന്നോ മണ്ടനെന്നോ പൊട്ടനെന്നോ വിളിക്കാൻ നമ്മൾ ഒരിക്കലും പാടില്ല. ആ കുട്ടിക്ക് വഴി നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ആ കുട്ടിയെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള മാർഗം ഒന്ന് നല്ലൊരു സ്കൂളിൽ ചേർത്തുക എന്നുള്ളതാണ്. അത് നമ്മളിവിടെ ചേർത്തി. ഇനി ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് നല്ലൊരു രീതിയും രൂപവും നല്ല സ്വഭാവവും, നമ്മുടെ ക്യാരക്ടർ, മാതാപിതാക്കളുടെ സ്വഭാവം എന്താ, അതായിരിക്കും കുട്ടി പഠിക്കുക. അത് തന്നെ ആയിരിക്കും കുട്ടീൻ്റെ ജീവിതത്തിൽ വരിക. അതുകൊണ്ട് നമ്മളും ഒന്ന് ഉഷാറാവുക, അങ്ങനെ മാറ്റിയെടുക്കുക, കുട്ടീനെ നല്ല രൂപത്തിൽ പഠിപ്പിക്കാൻ തയ്യാറാവുക. നമ്മളെ വീട്ടിൽ ഒരു സ്കൂളായി മാറണം. നമ്മളും കുറച്ച് വായിക്കൊക്കെ വേണം, കുറച്ച് വിവരമുള്ള ആളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മക്കൾ ഉഷാറാവുള്ളൂ. എന്തെല്ലാം സംഗതികളാണ്. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഞാൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ +1, +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവിടെ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഒരിക്കൽ വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ആരാണ്? അദ്ദേഹത്തിൻ്റെ മകനാണ്. ഈ മകനെയുമായിട്ട് ഒരു 18 വയസ്സായ ഒരു കുട്ടിയാണ്. കുട്ടി പറ്റ ചെറിയ കുട്ടിയല്ല.
ഈ 18 വയസ്സായ മകനെ കൈ പിടിച്ചുകൊണ്ട് പൊന്നാനിയിൽ വന്നത് എന്തിനാണെന്നറിയോ? അയാൾ വലിയ പ്രൊഫസറാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ പൊന്നാനിയെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഹൗ ഡിഡ് യു കം ഹിയർ? എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി പൊന്നാനിയിൽ? ഹൗ ഡിഡ് യു നോ അബൌട്ട് ദി സാങ്ക്ടിറ്റി ഓഫ് ദി പൊന്നാനി? പൊന്നാനിയുടെ മഹത്വം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പം അയാൾ പറയും, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു, മനസ്സിലാക്കി. ഇവിടെ വരൽ വളരെ ഇൻഡിസ്പെൻസിബിൾ ആയ ഒരു കാര്യമാണ്, നിർബന്ധമായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരണം. എന്താ കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? അയാൾ പറയാണ്, I came here to make see the native place of the author of Fathul Mu'in, because my son is studying Fathul Mu'in. മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ മകൻ ഫതുഹുൽ മുഈൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഫതുഹുൽ മുഈൻ രചിച്ച ഓദർ, അതിൻ്റെ രചയിതാവിൻ്റെ നാട്, നേറ്റീവ് പ്ലേസ് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ മകനെ ഞാൻ കൊണ്ടുവന്നതാണ്. ഒരു കിതാബ് ഓതി പഠിക്കുന്ന പുസ്തകം രചിച്ച ആളാരാണ്? അയാളെ നാട് കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി കൂടുതൽ അതിൽ ആഴ്ന്നിറങ്ങി പഠിക്കാൻ വേണ്ടി. അതാണ് ഫതുഹുൽ മുഈൻ രചിച്ച് മഹാനായ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. മഹാനവറുകൾ വളർന്ന സ്ഥലമാണ് പൊന്നാനി. അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്, അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം രചിച്ചത്. അത് മലേഷ്യയിലെ ഒരു കുട്ടിക്ക് പഠിക്കുന്ന കിതാബ് രചിച്ച ആ നാട് അതിൻ്റെ ഓദറിൻ്റെ നാട് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിനൊന്നും ഇപ്പം കഴിയുന്നില്ല എങ്കിലും നമ്മൾ കുട്ടികളെ അവർ പഠിക്കുന്ന പുസ്തകം അതിനെ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. എവിടേക്കെങ്കിലും നീക്കി വെക്കരുത്. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടി വരച്ച ചിത്രവുമായി വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുക, എന്നോടല്ലേ തിന്നാൻ കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കൂല, കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കൂല, ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അതവിടെ 1 മിനിറ്റ് ഇരുന്നിട്ട് ആ ചിത്രം കാണാൻ ശ്രമിക്കുക, അതിനൊരു ഇൻസ്പിറേഷൻ കൊടുക്കുക, പ്രോത്സാഹനം കൊടുക്കുക. ആ കുട്ടിക്ക് അത് മതി. ആ കുട്ടി ഉന്നതിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ പറയും, നമ്മളെ വീട്ടിൽ അകത്തളങ്ങളിലെ വിഷയമാണ്. അപ്പം നമ്മൾ കുട്ടികളെ ശാസ്ത്രം അത് ഭയങ്കര അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ ചില ആളുകൾ ചിന്തിക്കുകയാണ്, ഇംഗ്ലീഷൊക്കെ എല്ലാം പഠിക്കണ്ടല്ലോ, ഉഷാറായിക്കോളും, അങ്ങനെ നമ്മൾ കരുതി വിടരുത്. വെറും ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ വേറെ എത്രയോ ഇംഗ്ലീഷ് മീഡിയങ്ങളുണ്ട്, ഫുൾ ടൈം ഇംഗ്ലീഷ് മാത്രമല്ല. അതല്ല നമ്മുടെ ലക്ഷ്യം. എൻ്റെ കുട്ടി ഇംഗ്ലീഷും പഠിക്കണം. നേരത്തെ ഇവിടെ പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ, നൗഫൽ മാഷ് സംസാരിച്ചു, എല്ലാ ഭാഷയിലും കഴിവ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ സ്പിരിച്വൽ നോളജ് അഥവാ ആത്മീയമായൊരു ചൈതന്യം, അതാണ് ഇന്ന് ആവശ്യമുള്ളത്. എത്രയോ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ സ്വന്തം മാതാപിതാക്കളെ കുത്തിക്കൊല്ലുന്നില്ലേ, അവരാക്രമിക്കുന്നില്ലേ, അഗ്രസീവായി. എൻ്റെ അടുത്ത് ഒരാൾ വന്നു, അയാൾ 2 പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഇതെൻ്റെ മകൻ അടിച്ചതാന്ന് പറഞ്ഞു. എന്താ കാരണം? അവൻ ഗെയിം കളിക്കുന്ന സമയത്ത് ഇയാൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാ. അതിലിവൻ എഴുന്നേറ്റ് ഒരൊറ്റ അടി, വാപ്പൻ്റെ 2 പല്ല് നഷ്ടപ്പെട്ടു. വാപ്പ പറയാം, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസം എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല ഉസ്താദേ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ എത്ര നടക്കുന്നുണ്ടെന്ന് അറിയോ? അപ്പൊ ഈ പഠനത്തിനോട് കൂടെ ആത്മീയമായൊരു വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ വാപ്പയാണ്, ഉമ്മയാണ്. വാപ്പനെ കാണുമ്പോൾ ബഹുമാനിക്കണം, ഉമ്മനെ കാണുമ്പോൾ ബഹുമാനിക്കണം. പുറത്തേക്ക് പോകുമ്പോൾ അവരെ കൈ പിടിച്ച് സലാം ചൊല്ലി പോകണം. പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ സലാം ചൊല്ലി കയറണം. സംസാരിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം. ഇതൊക്കെ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അസ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ നിറവേറ്റി നമ്മൾ ഉഷാറാവാൻ ശ്രമിക്കുക. നമ്മളെ മക്കൾ അല്ലാഹു തആല ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.